ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഭക്ഷ മീഡിയ. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജാവ സ്ക്രിപ്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ് സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് അറിയാണ്ട് നിങ്ങൾക്ക് സമൂഹങ്ങൾക്ക് ശരിക്ക് നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും വരെയൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നോട്ട് ജേസിൽ ഒരു എക്സ്പ്രസ് സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്കിങ്ങും നോൺ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ ബ്ലോക്കിങ്ങിൽ ജസ്റ്റ് ഒരു റെസ്പോൺസ് സെൻഡ് ചെയ്യുവാണ്. അതിനുശേഷം ബ്ലോക്കിങ്ങിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട് ആൻഡ് 20 ബില്യൺ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അതായത് ഇതിന്റെ ഫോർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ റെസ്പോൺസ് വരും. അതായത് ഇത് കോൺട്രിബ്യൂന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിന്റെ ഇവിടെ വെച്ച് ഇത് ബ്ലോക്കിംഗ് ആയി തീരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് റൺ ചെയ്ത് നോക്കാം. നോഡ് ആപ്പ്. അപ്പൊ ഇത് പോർട്ട് 3000 ഞാൻ ഇവിടെ റൺ ചെയ്തിട്ടുണ്ട്. പോർട്ട് 3000 ഞാൻ ഇവിടെ ഈ ഒരു സെർവർ റൺ ചെയ്തിട്ടുണ്ട്, ഈ പ്രോസസ്സ് റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ് 3000 ആൻഡ് നോൺ ബ്ലോക്കിംഗ്. ഓക്കെ, നോൺ ബ്ലോക്കിംഗ് ഒരു റിക്വസ്റ്റ് വയ്ക്കുവാണ്. നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. നോൺ ബ്ലോക്കിംഗ് പക്ക വർക്കിംഗ് ആണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഈ ബ്ലോക്കിങ്ങിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുവാണ്. ഓക്കെ, ഇറ്റ് ഗെറ്റ് ലോഡിങ്. ഓക്കെ, ഇത് ലോഡിങ് സ്റ്റേറ്റിലോട്ട് പോയിരിക്കുകയാണ്. അതായത് ഇത് ലോഡിങ് ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ /ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ടർ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ ഇവിടെ നോൺ ബ്ലോക്കിങ്ങിലോട്ട് വന്നിട്ട് ഒരു റിലോഡ് അടിച്ചു കഴിഞ്ഞാൽ രണ്ടും റിലോഡിങ്ങിൽ പെട്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് രണ്ടും ആ ഒരു റിലോഡിങ് സ്റ്റേറ്റിലോട്ട് പെട്ടുപോയി ഗൈസ്. ഓക്കെ, ആൻഡ് ഈ നോൺ ബ്ലോക്കിങ്ങിന്റെ വർക്കിംഗ് തീരാണ്ട് നോൺ ബ്ലോക്കിംഗ് പിന്നെ വിളിച്ചാൽ കിട്ടില്ല. ആൻഡ് ബ്ലോക്കിങ്ങിന്റെ വർക്കിംഗ് തീർന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ലോഡിങ് സ്റ്റേറ്റ് തീർന്നു കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് നോൺ ബ്ലോക്കിംഗ് വിളിച്ചാൽ കിട്ടും. ആൻഡ് നിങ്ങൾ ഈ ബ്ലോക്കിങ്ങിൽ വന്നിട്ട് ഒന്ന് ആ ഒരു റൗട്ടിലിട്ട് വിളിച്ചിട്ട് ദെൻ നിങ്ങൾക്ക് നോൺ ബ്ലോക്കിങ്ങിലോട്ട് വന്നാൽ എൻറ്റയർ ആ പ്രോസസ്സ് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കോഡ് നിങ്ങൾ ബാക്ക് എൻഡ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എൻറ്റയർ പ്രോഗ്രാം വിൽ ബി ക്രാഷ്. ഓക്കെ, അത് ക്രാഷ് ആയി പോകുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ആൻഡ് നിങ്ങൾക്കിത് പ്രോമിസ്, നിങ്ങൾ വിചാരിക്കപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രോമിസ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, കോഡ് കോൺഗ്രുവൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് നമുക്കൊരു പ്രോമിസിൽ ഇട്ട് നോക്കാം. അപ്പോൾ എന്തിട്ട് സംഭവിക്കും നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കാൽക്കുലേറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പ്രോമിസ് റിസോൾവ് റിജക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കൗണ്ടറിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺസ്റ്റ് കൗണ്ടർ = എന്ന് പറഞ്ഞിട്ട് വെയിറ്റ്, ആ കൗണ്ടറിന്റെ ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കൗണ്ടറിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെർവർ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സെർവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്ന് നോക്കാം അത് എങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ, ബ്ലോക്കിംഗ് വർക്കായാലും നോൺ ബ്ലോക്കിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അതായത് വിളിക്കുന്നു ആൻഡ് ബ്ലോക്കിങ്ങിലോട്ട് വിളിച്ചു, ദെൻ നോൺ ബ്ലോക്കിങ്ങിലോട്ട് വിളിച്ചു, ദ സെയിം ഹാപ്പൻസ്. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ റീസൺ എന്താ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ പ്രോമിസ് ചെയ്ത് വെച്ചിട്ടും വലിയ ഉപകാരമൊന്നുമില്ല. റൗട്ടുകൾ എന്തായാലും ക്രാഷ് ആവും. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ സിംഗിൾ ത്രെഡഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വർക്ക് ത്രെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ത്രെഡ്സ് എന്താണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇതിലേക്ക് പോകാം. അതായത് ഞാനിവിടെ ഒരു എന്താ പറയാ, നമുക്കൊരു സെർവർ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ സെർവറിന്റെ ഉള്ളിൽ ഒരു CPU ഉണ്ട് അല്ലെ. അപ്പൊ ഈ CPUന്റെ അകത്ത് കോറുകൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ CPU കോർ നോക്കാൻ വേണ്ടിയിട്ട് Ctrl+Shift+Escape അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് മാനേജർ കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ പെർഫോമൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ CPU നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് CPU ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ CPU ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞ സാധനം കാണാൻ വേണ്ടി സാധിക്കും. അതായത് കോറുകൾ, അതായത് CPU എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. CPUവിന്റെ അകത്ത് കോറുകളുണ്ട്. അതായത് എൻ്റെ CPUവിൽ ഇപ്പോൾ 4 കോറാണുള്ളത്. ആൻഡ് നമുക്ക് കുറച്ച് ത്രെഡ്സ് ഉണ്ട്, പ്രോസസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാ, ഈ ത്രെഡും പ്രോസസ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഈ കോർ എന്ന് പറഞ്ഞ സംഭവം, അതായത് CPUവിന്റെ അകത്ത് 4 കോറുകളാണുള്ളത്. അതായത് 4 ഡിഫറെന്റ് കമ്പോണൻസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, കോർസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കോറുകൾ എന്താണ്, ഈ കോർ എന്ന് പറഞ്ഞ സംഭവം എന്താണ് അത് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ ഒരു
ജാവ സ്ക്രിപ്റ്റിൽ നമ്മളിപ്പോൾ ഒരു ഇത് റൺ ചെയ്യുവാണ്, അതായത് നമ്മൾക്കൊരു പ്രോസസ്സ് റൺ ചെയ്യുവാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ റൺ ചെയ്തിരിക്കുന്നത് പോർട്ട് 3000 ഒരു പ്രോസസ്സാണ് റൺ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ആ ഒരു പ്രോസസ്സ് റൺ ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു പ്രോസസ്സ് റൺ ആവുന്ന സമയത്ത് നമ്മുടെ ജാവ സ്ക്രിപ്റ്റിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോൺ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ടിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുക. അപ്പൊ ആ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഏതെങ്കിലും ഒരു കോർ, ഇപ്പൊ രണ്ടാമത്തെ കോർ ആണെങ്കിൽ രണ്ടാമത്തെ കോറിൽ പോയിട്ട് അത് വർക്ക് ചെയ്യും. ആൻഡ് ദെൻ നമുക്കിപ്പോ ഇവിടെ നോൺ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റ് നേരെ പോകുന്നത് ഈ ഒരു സെക്കൻഡ് കോറിലോട്ട് തന്നെയായിരിക്കും. ആൻഡ് ഈ രണ്ടാമത്തെ കോറിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുക, അതായത് ഈ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുന്നത്, ഈ റൗട്ടിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുന്നത്, എന്നാൽ മാത്രമാണ് ഈ കോറിൽ ബാക്കി ഉള്ള എല്ലാ എക്സിക്യൂഷനും കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഓക്കെ, അതായത് ബാക്കിയുള്ള ഏത് റൗട്ടിലേക്കുള്ള എക്സിക്യൂഷനും കാര്യങ്ങളും നടക്കത്തുള്ളൂ. അത് നിങ്ങളിപ്പോൾ കണ്ടാണ്, ലൈവായിട്ട് കണ്ടാണ്. ബാക്കി ഏത് റൗട്ടിലോട്ട് നിങ്ങൾ കോൾ ചെയ്താലും കിട്ടില്ല. അത് എത്ര മെഷീനിൽ നിന്ന് വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. എൻറ്റയർ സെർവർ വിൽ ബി ക്രാഷ്. ഓക്കെ, ആ ഒരു സെർവറിൽ ആ ഒരു കോറ് ഭയങ്കര വർക്കിംഗ് ആയിരിക്കും. ആൻഡ് ആ ഒരു കോറിലോട്ട് വേറെ റിക്വസ്റ്റ് കാര്യങ്ങളും പോയില്ല. കുറച്ച് ജലദോഷം ഉണ്ട് ഗൈസ്. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് നമ്മളിപ്പോ ഒരൊറ്റ പ്രോസസ്സാണ് റൺ ചെയ്യുന്നത്, അല്ല, അതായത് പോർട്ട് 3000 എന്ന് പറഞ്ഞൊരു പോർട്ടിലാണ് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നത്. ആൻഡ് നമുക്കിപ്പോ 3001 പോവാം. 1 പോയിട്ട് 1 ഒരു പ്രോസസ്സും കൂടി റൺ ചെയ്യിക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞാല് നേരത്തെ 239 ആയിരുന്നു, ആൻഡ് ഇപ്പോ 240 ആയിട്ടുണ്ട്. ഒരു പ്രോസസ്സ് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കാട്ടിത്തരാം. ആൻഡ് സ്റ്റോപ്പിംഗ്. ആൻഡ് നമുക്കിവിടെ 239 ആയിട്ടുണ്ട്. ആൻഡ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പ്രോസസ്സ് ഇവിടെ റൺ ആവുന്നുണ്ട്, 240. ഓക്കെ, 240ാമത്തെ പ്രോസസ്സ് റൺ ആവുന്നുണ്ട്. ആൻഡ് നമ്മളിവിടെ നമുക്ക് ഇനി ആ ഒരു ഡയഗ്രാമിലേക്ക് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാല് ഓക്കെ, ദെൻ ഇവിടെ എത്രയാ 3001 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു ആരോ മാർക്ക് വരയ്ക്കാം. ആൻഡ് ഈ ഒരു പ്രോസസ്സ് നേരെ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു പോർട്ടിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് ആയിരിക്കും ഇത് പോകുന്നുണ്ടാവുക. മേ ബി ഇത് റൺ ആവുന്നത് ഈ ഒരു പോർട്ടിലോട്ടായിരിക്കും, ഇത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഇതൊരു രണ്ടും ഡിഫറെന്റ് കോറുകളിലായിരിക്കും ഇത് വർക്ക് ആവും. ഓക്കെ, ഇത് രണ്ടും നടക്കുന്നത് ഡിഫറെന്റ് കോറുകളിലായിരിക്കും. അതായത് ഈ ഒരു 3000 എന്ന് പറഞ്ഞ സാധനത്തിൽ വർക്ക് ആവുന്ന ഈ ഒരു സെക്കൻഡ് കോറിലോട്ടും മേ ബി 3001 വർക്ക് ആവുന്നത് ഫോർത്ത് കോറിലേക്കായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് 3000 നമുക്ക് റൺ ചെയ്തു, നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നില്ല. ബ്ലോക്കിംഗ് റൺ ചെയ്തപ്പോൾ നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നില്ല. ആൻഡ് 3001 വന്നു. ആൻഡ് 3001 വന്നിട്ട് ഞാൻ ബ്ലോക്കിംഗ് കൊടുത്തു. ആൻഡ് അപ്പോ നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നില്ല. ഓക്കെ, അതായത് ഞാൻ ബ്ലോക്കിംഗ് റൺ ചെയ്തപ്പോൾ ഇവിടെ നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ തീരുന്നവരൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, അതായത് 3001 ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ആൻഡ് നോൺ ബ്ലോക്കിംഗ് come on. ഓക്കെ, രണ്ടും ബ്ലോക്കായി കിടക്കുവാണ്. അതായത് ഇത് നമുക്കിപ്പോൾ വിളിച്ചാൽ കിട്ടും. ആൻഡ് ഈ ഒരു പോർട്ടിലത്തെ സംഭവം അടിച്ചു പോയേക്കാണ്. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനത്തിൽ ഇത് ഒന്ന് ലോഡായി തീരട്ടെ. അതായത് ഈ ഒരു 3001 എന്ന് പറഞ്ഞ പോർട്ടും ഇതും വേറെ വേറെ കോറുകളിലായിരിക്കും വർക്ക് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സാധനം റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ബ്ലോക്കിംഗ്, നോൺ ബ്ലോക്കിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ നോൺ ബ്ലോക്കിംഗ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോ 3001 ഉണ്ടോ, എന്നിട്ട് 3000 ബ്ലോക്കിംഗ് നമ്മളിവിടെ ലോഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ 3000 നോൺ ബ്ലോക്കിംഗ് കിട്ടാണ്ടാവും. 3001 നോൺ ബ്ലോക്കിംഗ് സ്റ്റിൽ കിട്ടും, കാരണം ഇത് വേറെ കോറിലായിരിക്കും റൺ ആവുക. ഓക്കെ, നമ്മളിപ്പോ 3001 ബ്ലോക്കിംഗ് വിളിച്ചിട്ട് പിന്നെയാണ് നമ്മൾ 3001 നോൺ ബ്ലോക്കിംഗ് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോറും ബ്ലോക്കായി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഡിഫറെന്റ് കോറുകളിലായിരിക്കും ഇത് വർക്ക് ആവുക. അപ്പോൾ സിംഗിൾ ത്രെഡിനാണ് ജാവാസ്ക്രിപ്റ്റ്, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്.
അപ്പോൾ ആ ഒരു സിംഗിൾ ത്രെഡഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് തലയിൽ കയറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് ഒരൊറ്റ കോറിലായിരിക്കും ഇത് വർക്കാവുക, ബാക്കി 2 കോറും വെറുതെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിപ്പോ ഈ ഒരു പ്രോസസ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ 3001ത്തെ ആ പ്രോസസ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കളയുവാണ്. 3001ത്തെ മാത്രം നമുക്ക് ഭാഗം നോക്കി പഠിക്കാം. അപ്പോൾ 3000 എന്ന് പറഞ്ഞ പോർട്ടിലത്തെ പ്രോസസ്സ് ഇല്ല എന്നാണെങ്കിൽ ബാക്കി 3 കോറും വെറുതെ ഇരിക്കുവാണ് അവിടെ, അതായത് യാതൊരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുകയാണ്. സോ അവിടെ നമുക്ക് അതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഇത് ഇനി കൺട്രോൾ ചെയ്യാം. അതായത് നമുക്കിത് ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ പോലും അത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നേരെയാക്കി യൂസ് ചെയ്തിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു സംഭവം കൺട്രോൾ ചെയ്യണം ഗൈസ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർക്ക് ത്രെഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യും. വർക്ക് ത്രെഡ്സിൽ എങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കോഡിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇത് 3001 എടുത്ത് കളയാണ്. നമ്മളിനി 3000-ലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ജാവയിലൊക്കെ, ജാവ സിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് 4 ഒരുമിച്ചാണ്, ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ 4 ഒരുമിച്ചാണ് റൺ ചെയ്യുക. അതായത് ത്രെഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ്, ഈ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരൊറ്റ കോറിലായിരിക്കും ആ ത്രെഡ് ഇങ്ങനെ വർക്ക് ആവുക. ആൻഡ് സിയിലും ജാവയിലൊക്കെ എന്ന് പറഞ്ഞാൽ ത്രെഡ് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോറിലൊക്കെ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ റിസൾട്ട് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അവിടെ ബ്ലോക്കിംഗ് കാര്യങ്ങളൊക്കെ അധികം ഉണ്ടായിരിക്കത്തില്ല, കുറവായിരിക്കും. ബട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ ഒരൊറ്റ കോർ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ കോറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി 3 കോറും വെറുതെ ഇരിക്കുമായിരിക്കും. ഓക്കെ, നമുക്കപ്പോ ചില ടൈമുകളിൽ, അതായത് നമുക്ക് ഇങ്ങനെ വലിയ 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 പ്രോസസ്സുകൾ വരുമ്പോൾ, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 മില്യൺ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു ടാസ്ക് ഇതിൽ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെയിൻ ത്രെഡ്, അതായത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ കോർ, ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്ന മെയിൻ കോർ, ഇപ്പൊ സെക്കൻഡ് കോറിലാണെങ്കിൽ ആ രണ്ടാമത്തെ കോർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ആ ഒരു കോറിൽ വേറെ കാര്യങ്ങൾ വെച്ച് ബിസി ആവാൻ പാടില്ല. ആ കോർ നമുക്ക് ബ്ലോക്കിംഗ് ചെയ്യാൻ പാടില്ല. അതാണ് മെയിൻ ത്രെഡിനെ ബ്ലോക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഇനി വർക്ക് ത്രെഡ്സ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡോക്യുമെന്റേഷൻ ആണ് റെഫർ ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ഓഷ്യന്റെ ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഇത് അടിപൊളി ഡോക്കാണ്. നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് പ്രോസസ്സ് എന്താണ്, ഇതിൽ പ്രോസസ്സ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്. ദെൻ നമുക്ക് ഇതിൽ പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം, അതായത് നമ്മുടെ ഒരു പ്രോബ്ലം ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നമുക്കിപ്പോൾ ഇനി ചെയ്യാനുള്ളൊരു സംഭവമാണ്, ഒരു വർക്ക് ത്രെഡ്സ് എന്ന് പറഞ്ഞ മോഡ്യൂൾ ഉണ്ട്. ഈ ഒരു മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ CPU ഇൻറ്റൻസീവ് ടാസ്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ മിനിമം 2 കോറെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ കോറിൽ തന്നെ റൺ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. മിനിമം നിങ്ങളുടെ സെർവറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിൽ മിനിമം 2 കോറുണ്ടോ നോക്കിയിട്ട് നോക്കുക. അപ്പൊ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ലിനക്സിലാണെങ്കിൽ എൻ പ്രോസസ്സ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോർ എന്ന് പറഞ്ഞ സാധനത്തിൽ 4 കോറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 4 കോറുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വർക്ക് ത്രെഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വർക്ക് ത്രെഡ്സ് വർക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇതിൽ ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഈ നോൺ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു റൗട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കോഡുകൾ ഉണ്ടല്ലേ, അതായത് കുറച്ച് സം ലൈൻസ് ഓഫ് കോഡ്സ് ഉണ്ട്. ഈ ഒരു കോഡ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് വർക്ക് ത്രെഡ്സ്, അതായത് വർക്ക് ത്രെഡ് എന്ന് പറഞ്ഞൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഇത് ക്രിയേറ്റ് ആണ്. ഓക്കെ, വർക്ക് ത്രെഡ് ത്രെഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നമുക്ക് ഇപ്പോൾ ബ്ലോക്കിംഗ് ആയിട്ടുള്ള ഈ കുറച്ച് കോഡ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കും. ആൻഡ് ഈ കോഡൊക്കെ നമ്മൾ ഇവിടെ കിടന്ന് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ത്രെഡ്. ഇപ്പൊ രണ്ടാമത്തെ ത്രെഡ് കോറിലാണ് ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് രണ്ടാമത്തെ കോറിലാണ് നമ്മുടെ ഈ 3000 പ്രോസസ്സിന്റെ മെയിൻ കോറായിട്ട് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ത്രെഡ് റൺ ചെയ്യുന്നത് എവിടെയായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു കോറിലായിരിക്കും. 3-ലാണെങ്കിൽ 3-ലായിരിക്കും, അല്ലെങ്കിൽ 4-ലായിരിക്കും, അതിൽ 1 അത് ഏതെങ്കിലും വേറൊരു കോറിലായിരിക്കും
ഈ ഒരു വർക്ക് ത്രെഡ് റൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ത്രെഡിൽ ഏതൊരു കോറിൽ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യിക്കാം. 4ൽ റൺ ചെയ്യിക്കാം, 1ൽ റൺ ചെയ്യിക്കാം, 3ൽ റൺ ചെയ്യിക്കാം. അങ്ങനെ ഏത് റൺ ഇതിൽ വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മുടെ CPU ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്കിപ്പോൾ 3ലാണ് റൺ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഡിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുന്നത്, അതായത് ഈ ഒരു ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ട് വിളിച്ചു എന്ന് വിചാരിക്കും. അതായത് ഇതിൽ വന്ന് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ടിൽ വിളിച്ചു. ഈ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ടിൽ വിളിച്ചതിന് ശേഷം ബ്ലോക്കിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ റൗട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കോഡ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പറയുവാണ് ഇത് വർക്കർ ത്രെഡ് കോഡാണ്. അപ്പോൾ വർക്കർ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയിട്ട് റൺ ചെയ്യണം. ആൻഡ് ഇതിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുന്നത് അപ്പൊ എനിക്ക് റിസൾട്ട് തന്നാൽ മതി. ഓക്കെ, ഇതിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ യൂസർക്ക് റിസൾട്ട് കാട്ടി കൊടുത്തുണ്ട്. അതുവരെ എൻ്റെ ഈ ത്രെഡ് എൻ്റെ ഈ കോറ് ഫ്രീ ആയിട്ട് ഇടണം. അതായത് ഈ ഒരു കോറിൽ വേറെ ഏത് റിക്വസ്റ്റ് വന്നാലും ബാക്കിയുള്ള റൗട്ടുകളൊന്നും ബാധിക്കരുത്. ഓക്കെ, അതായത് ഈ ഒരു റൗട്ടിലോട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടുന്ന വരെ ഇത് ലോഡിങ് ആയി കൊണ്ടിരിക്കും. ബട്ട് നമ്മൾ ഈ നോൺ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ടൊക്കെ ഉണ്ടല്ലോ, ബാക്കി ഏത് റൗട്ടായാലും ഈ ഒരു സെക്കൻഡ് കോറിൽ റൺ ചെയ്തോളും. ഓക്കെ ഓക്കെ, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതായത് ഈ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ സാധനം നോക്കുവാണെങ്കിൽ ഈ ബ്ലോക്കിംഗ് ശരിക്കും ബ്ലോക്കായി കിടക്കും. അതായത് ഇത് ലോഡിംഗ് സ്റ്റേറ്റിൽ തന്നെ കിടക്കും ഈ ഒരു വർക്ക് ത്രെഡിന്റെ വർക്കിംഗ് തീരുന്നവരെ. ബട്ട് ഇത് വർക്ക് ആവുന്നത് വേറൊരു കോറിലായിരിക്കും, ഈ സെക്കൻഡ് കോറിലായിരിക്കത്തില്ല, തേർഡ് കോറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് കോർ ഫ്രീ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ റൗട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതെങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഈ ലോക്കിൽ പോയാൽ മതി. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ worker.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. worker.js നമുക്ക് വർക്കർ ത്രെഡിന്റെ ബിൽഡിൻ മോഡ്യൂൾ നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ നമ്മൾ പാരന്റ് പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാരന്റ് പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കോഡിന്റെ എക്സിക്യൂഷൻ എപ്പോഴാണോ തീരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ പാരന്റ് പോർട്ട് ഒരു പോസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, പോസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഈ കൗണ്ടറിന്റെ ഉള്ളിലത്തെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഇത് നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഴുതുന്ന കോഡ്, അതായത് ബ്ലോക്കിങ്ങിന്റെ അകത്ത് എഴുതുന്ന കോഡ് നമ്മൾ എന്ത് ചെയ്തു, worker.js എന്ന് പറഞ്ഞൊരു ഫയലിലോട്ട് സേവ് ചെയ്ത് വെച്ചു. ഇതാണ് worker.js എന്ന് പറഞ്ഞ ഫയലാണിത്. ഓക്കെ, .js ഓക്കെ, worker.js എന്ന് പറഞ്ഞ ഫയലാണിത്. ആൻഡ് ഈ worker.jsന്റെ അകത്ത് നമ്മൾ ഈ ബ്ലോക്കിങ്ങിന്റെ അകത്ത് എഴുതാൻ വെച്ച കോഡ് എഴുതി വെച്ചു. ആൻഡ് ഇതിന്റെ വർക്കിംഗ് എവിടെയായിരിക്കും, ഇത് വേറൊരു കോറിലായിരിക്കും ഇത് വർക്ക് ആവുക. ഓക്കെ, ഈ വർക്കർ ത്രെഡ് എന്ന് പറഞ്ഞ worker.js എന്ന് പറഞ്ഞ ഫയല് വേറൊരു കോറിലായിരിക്കും കയറി വർക്ക് ആവുക. ആൻഡ് ഇതിന്റെ വർക്കിംഗ് എപ്പോഴാണോ തീരുന്നത് അപ്പൊ ഒരു പോസ്റ്റ് മെസ്സേജ് നമുക്ക് ഇതിലേക്ക് കൊടുക്കും. ഈ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ ഇതിലേക്ക് ഒരു പോസ്റ്റ് മെസ്സേജ് കൊടുക്കും. അതാണ് നമ്മളിവിടെ പോസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇത് കൗണ്ടറിനുള്ളിലത്തെ വാല്യൂ ആയിരിക്കും. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് എടുത്ത് കളയാം. ആൻഡ് നമുക്കിവിടെ ഈ ബ്ലോക്കിങ്ങിന്റെ അകത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ് ആദ്യം വർക്കർ ത്രെഡ് നമുക്കിവിടെ വെക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാല് ഓക്കെ, ഇവിടെ വർക്കർ ത്രെഡ് എന്ന് പറഞ്ഞ മോഡ്യൂൾ ഉണ്ട്. അതിൽ വർക്കർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, വർക്കർ എന്ന് പറഞ്ഞൊരു എന്താ പറയാ ഒരു ഇതുണ്ട്. അതിനുശേഷം നമ്മൾ വർക്കറിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കർ ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, കാട്ടിത്തരാം. ബ്ലോക്കിംഗ് ഓക്കെ, അതായത് ഈ ഒരു കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതായത് വർക്കർ എന്ന് പറഞ്ഞതിൽ ആദ്യം worker.js ഫയൽ, അതായത് നമ്മുടെ ഫയൽ ഏതാണ് ആദ്യം നമ്മൾ എഴുതി കൊടുത്തു. ആ ഫയൽ ഏതാണ്, ഈ ഒരു ഫയലാണ്. അപ്പൊ ഈ ഒരു ഫയലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്കർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടുവാണ്. ആൻഡ് വർക്കറിനകത്ത് നമുക്ക് വർക്കർ ഒരു ഇവന്റ് ലിസൺ ആണ്. അപ്പൊ നമുക്ക് worker.on, അതായത് worker.on എന്ന് പറഞ്ഞാല് മെസ്സേജ്, അതായത് ഈ പോസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ മെസ്സേജ് ആയിട്ട് കിട്ടുന്നത്. മെസ്സേജിനകത്ത് റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഈ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ആ ഒരു കൗണ്ടറിന്റെ ഇതെന്ന് പറഞ്ഞാല്. നമുക്ക് ഇവിടെ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ റെസ്പോൺസിലെ എറർ പാസ് ചെയ്യണമെന്നാണ്. റെസ്പോൺസ് ഇന്റേണൽ സെർവർ ഒക്കേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, ആൻഡ് നമുക്ക് ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം.
ഓക്കെ 3001 നമുക്ക് 3000 തന്നെ റൺ അടിക്കാം. 3000 ആൻഡ് ഇവിടെ വന്നിട്ട് ആദ്യം ഞാൻ ബ്ലോക്കിങ്ങിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുകയാണ് ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ലോഡിങ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്ത് ഞാൻ ഗൈസ് നമ്മുടെ പ്രോബ്ലം സോൾവ് ആയിരിക്കുവാണ്. അതായത് നമുക്കിപ്പോ ബ്ലോക്കിംഗ് റൺ ആവുകയാണെങ്കിലും നോൺ ബ്ലോക്കിംഗ് നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ബ്ലോക്കിങ്ങിലോട്ട് വരുമ്പോൾ നേരെ വർക്ക് ത്രെഡിലായിരിക്കുമ്പോൾ വർക്ക് ത്രെഡ് വേറൊരു കോറിലായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കി റൗട്ടുകളൊക്കെ ഈ ഒരു സെക്കൻഡ് കോറിൽ വർക്ക് ചെയ്തോളും ആൻഡ് അത് മെയിൻ ത്രെഡിനെ ബാധിക്കില്ല. ആൻഡ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മളിവിടെ ഇത് കൊടുത്താലും നമുക്ക് സ്റ്റിൽ ഇത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വർക്ക് ത്രെഡ് ഇപ്പോ വർക്ക് ചെയ്യുന്നത് ഒരു സിംഗിൾ ത്രെഡഡ് ആയിട്ടാണ്. അതായത് ഈ വർക്ക് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊരൊറ്റ മൂന്നാമത്തെ കോറിക്ക് മാത്രമാണ് പോകുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിത് ഒന്നാമത്തെ ത്രെഡിലും വർക്ക് ആവണം, അതുപോലെ തന്നെ എന്താ പറയാ നാലാമത്തെ ത്രെഡിലും വർക്ക് ആവണം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇത് കയറി മെയിൻ ത്രെഡിലും പോയി വർക്ക് ആവട്ടെ. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് കോറിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ സംഭവത്തിന് വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ പോസ്റ്റ്മാൻ ഉണ്ട്. പോസ്റ്റ്മാൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് പോസ്റ്റ്മാൻ എടുത്ത് നോക്കാം. അതായത് നമുക്കിപ്പോ കറന്റ് നമുക്ക് എത്ര ടൈമാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഞാൻ അവിടെ മോർഗനും കൂടി ഇൻസ്റ്റാൾ ചെയ്യുവാണ്. npm i മോർഗൻ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. നിങ്ങളുടെ ബ്ലോക്കിംഗ് കോഡ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു എന്താ പറയുക 10 ലൈൻസ് ഓഫ് കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു പ്രോഗ്രാമിന് ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ ബ്ലോക്കിംഗ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ലോഗ് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് വലിയ സംഭവമൊന്നുമല്ല. ആപ്പ് ഡോട്ട് യൂസ്, അതിന് മുമ്പ് ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. കോൺസ്റ്റ് എന്താ പറയാ മോർഗൻ റിക്വയർ മോർഗൻ ആപ്പ് ഡോട്ട് യൂസ് മോർഗൻ ഡോട്ട് ഡെപ്. ദെൻ ഞാനിവിടെ എന്താ പറയാ റണ്ണേക്കുവാണ് പ്രോഗ്രാം. ആൻഡ് ഞാൻ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് HTTP ഞങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാല്ലേ, നല്ല കോപ്പി പേസ്റ്റ്. ഞാൻ ഇവിടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. നമുക്ക് നോക്കാം. ആൻഡ് സ്റ്റിൽ നമുക്ക് ഈ ഒരു റൗട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചാലും നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചാലും ഇവിടെ നമുക്ക് നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നോൺ ബ്ലോക്കിംഗ് കിട്ടുന്നുണ്ട്. ബ്ലോക്കിങ്ങിന്റെ ഇത് ഇതുവരെ വന്നിട്ടില്ല. ലെറ്റ് സി ആൻഡ് വെയിറ്റ്. ഒരു 30 സെക്കൻഡ് ഇതെടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡോക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഡോക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഡോക്കിലുള്ള കാര്യങ്ങളാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഒരു വലിയൊരു ഡോക്കാണ് ഇതൊക്കെ. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നമുക്ക് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അതായത് ഇതിന്റെ സ്പീഡ് എങ്ങനെ കുറച്ചും കൂടി കൂട്ടാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് എടുത്ത ടൈമിംഗ് എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് എന്താ പറയാ 25 സെക്കൻഡാണ് ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി എടുത്ത ടൈം. 25 സെക്കൻഡ് എടുത്തു. നമുക്ക് കുറയ്ക്കണം, ഇതിന്റെ ടൈം ഭയങ്കരമായിട്ട് കുറയ്ക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോ ഒരൊറ്റ കോറിലായിരുന്നു റൺ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കോറിലായിട്ട് ഇതിനെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ 4 കോറും നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്കിത് റൺ ചെയ്യിക്കാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ 25 സെക്കൻഡാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 25 സെക്കൻഡാണ് ഇപ്പോൾ എടുക്കുന്നത്. ആൻഡ് നമുക്കിപ്പോ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർ വർക്ക് ഡോട്ട് JS, അതായത് 4 വർക്കേഴ്സ്, അതായത് 4 കോറിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ 4 കോർ വർക്കേഴ്സിന്റെ ഇതുണ്ട്. കോപ്പി പേസ്റ്റ്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. അതായത് ഇതിലേക്ക് എത്ര കളയുമ്പോൾ ജസ്റ്റ് വെയിറ്റ്, ഞാൻ ഈ ഒരു ആപ്പ് ഡോട്ട് JSലത്തെ കോഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കോൺസ്റ്റ് ത്രെഡ് കോർ അല്ലെങ്കിൽ ത്രെഡ് കൗണ്ട് 4, അതായത് 4 കോറുണ്ട്. അപ്പൊ 4 കോറിലും കയറി ഈ ത്രെഡ് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കോൺസ്റ്റ് ത്രെഡ് കൗണ്ട് ഇവിടെ എഴുതി വെക്കുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ കോഡ് ഒന്ന് എന്താ പറയാ ഒന്ന് ജസ്റ്റ് മാറ്റാൻ പോവാണ്. അപ്പൊ ആ ഒരു കോഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു പ്രോമിസ് ഉണ്ടാക്കാം.
ഇവിടെ പുറത്ത് ഞാനൊരു പ്രോമിസ് ഉണ്ട്, പഴയ പ്രോമിസ് എടുത്ത് കമന്റ് ചെയ്ത്. ഓക്കെ, ക്രിയേറ്റ് വർക്കർ എന്ന് പറഞ്ഞൊരു വർക്കർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ത്രെഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ത്രെഡ് കൗണ്ട് മാറ്റാണ്. ത്രെഡ് കൗണ്ട് ത്രെഡ് കൗണ്ട് 4 വെച്ചിട്ടുണ്ട്. ഓക്കെ, ത്രെഡ് കൗണ്ട് 4 വെച്ചിട്ടതിന് ശേഷം നമ്മളിവിടെ എന്താ പറയാ, ഇവിടെ ഒരു വർക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രോമിസ് ആണ്. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിന്റെ ഉള്ളൊരു പ്രോമിസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ പ്രോമിസിന്റെ അകത്ത് നമ്മൾ ആദ്യം വർക്കറിനെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു വർക്കറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫയല് നമ്മൾ ഏതാന്ന് കാട്ടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഫയലിനകത്ത് നമ്മൾ വർക്കർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ പാസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഡാറ്റാസ് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഡാറ്റയാണുള്ളത് അങ്ങനെ ഡാറ്റാസ് നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഡാറ്റാസ് ഞാൻ പാസ് ചെയ്യുവാണ്. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ പറയാ, ആ ഒരു ഇതിന്റെ ഇതുകൾ കിട്ടണം. അതായത് നമുക്ക് ആ ഒരു ഇവിടെ ഈ പ്രോമിസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസോൾവ് ചെയ്യണം. അതായത് ഇവിടെ ഈ ഒരു സാധനം വർക്ക് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ റിസോൾവ് ദ ഡാറ്റ. ഓക്കെ, മെസ്സേജിൽ ഡാറ്റയും അതുപോലെ റിജക്റ്റിൽ ആ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് നമുക്കിവിടെ എന്താ പറയാ, ഒരു ത്രെഡ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഈ പാസ് ചെയ്തു. ആൻഡ് നമുക്കിവിടെ ഈ ഒരു 4 വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഫയലിൽ വന്നു കഴിഞ്ഞാൽ വർക്കർ ഡാറ്റ എന്ന് പറഞ്ഞ ഉള്ളിൽ ഈ ത്രെഡ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതായത് ത്രെഡ് കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ് കൗണ്ട് ആണിത്, ഈ ഒരു ഡാറ്റയാണ്. ത്രെഡ് കൗണ്ട് നമ്മൾ 4 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് 4 എന്ന് കിട്ടും. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 20 ബില്യണിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 20 ബില്യൺ ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും, 5 ബില്യൺ ആയിരിക്കും കിട്ടുക. അപ്പോൾ 5 മില്യൺ ഓർ ബില്യൺ. ഓക്കെ, അപ്പോൾ അത്ര നമ്പർ ആയിരിക്കും കിട്ടുക. നമ്മൾ അവിടെ ഫോർ ലൂപ്പ് റൺ ചെയ്യുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ. ഒരു മെസ്സേജ് പാസ് ചെയ്യുവാണ്. ആൻഡ് മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലോക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റ് റിസൾട്ട് ഈസിക്കൽ ടു അവൈറ്റ് ആൻഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ട്രൈ ക്യാച്ച് ഇട്ട് വയ്ക്കാം ഗൈസ്. ഓക്കെ, ട്രൈ ക്യാച്ച് നമുക്ക് ഈ ഒരു സാധനത്തിന് വേണമെങ്കിൽ ഇതിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ആ ഒരു റിസൾട്ട് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ആൻഡ് നമുക്ക് ഇതിന്റെ ടൈമിംഗ് കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് കോഡ് ഒന്നുകൂടി പറഞ്ഞുതരാം. സെൻഡ് അടിക്കുവാണ്. നമുക്കിവിടെ വർക്കേഴ്സ്. ഓക്കെ, നമുക്ക് ഫയൽ ഇവിടെ ഞാൻ ഇവിടെ വർക്കർ എന്നാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ വർക്കർ സ്പെല്ലിങ്ങിന്റെ ആണ്. നമുക്കിവിടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 5. ഓക്കെ, വിത്തിൻ 5 സെക്കൻഡ് നിങ്ങൾ കണ്ടാൽ മതി. ഇവിടെ 5 സെക്കൻഡിലാണ് നമുക്ക് എന്താ പറയുക ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ 5 ബില്യൺ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 5 ബില്യൺ അല്ല നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആക്ച്വലി നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാല് 20 ബില്യൺ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാല് ആക്ച്വലി വരുന്നത് മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക. അതായത് 4 റിസൾട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനെ പ്രോമിസ് ഓൾ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാന്ന് കാട്ടിത്തരാം. അതായത് നമ്മൾ ആദ്യം ഒരു വർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു അറേ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരൊറ്റ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇതിന് എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 20 എന്ന് പറയുവാണ് ഞാൻ 20. അപ്പൊ ഈ 20 ഞാൻ എന്താ ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ ആ 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 5 ആണ് കിട്ടും. അപ്പൊ ഈ 5 ഓരോ കോറിൽ ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. ഈ ഒരു ടാസ്കിന് ഒരൊറ്റ ടാസ്ക് ഉണ്ട്. ഒരൊറ്റ ടാസ്കിനെ ഞാൻ 4ആയി ഇതാക്കുവാണ്. കൺട്രോൾ ഡി ഓക്കെ, കൺട്രോൾ ഡി 1 2 4. ഓക്കെ, ഈ 4 കോറിലും ഈ ടാസ്ക് വെച്ചതിന് ശേഷം ഈ 4 കോറിലോട്ടും ഈ ടാസ്കുകൾ എത്തിക്കുക. അതായത് ഒന്നാമത്തെ കോർ ഈ ടാസ്ക് ചെയ്യണം,
ഒന്നാമത്തെ കോർ ഈ ടാസ്ക്, രണ്ടാമത്തെ കോർ ഈ ടാസ്ക്, മൂന്നാമത്തെ കോർ ഈ ടാസ്ക്, ആൻഡ് നാലാമത്തെ കോർ ഈ ടാസ്ക്. ഇനി ഞാൻ ഈ ടാസ്കുകളെ ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ഈ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോറിലേക്കും ഇത്ര കുറച്ച് എമൗണ്ട് ഓഫ് കാൽക്കുലേഷൻ കൊടുക്കണം. അതായത് 20 ബില്യൺ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ വെറും 5 ബില്യൺ ആക്കുവാണ്. അപ്പൊ അതിന്റെ ടൈം ഭയങ്കരമായിട്ട് കുറയുവാണ്. അപ്പൊ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കിട്ടുന്ന റിസൾട്ടുകളെല്ലാം ഒരു അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അതായത് 5, 5, 5 ആൻഡ് 5 ഇത് സ്റ്റോർ ചെയ്യുവാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതെല്ലാം കൂടി ഒന്ന് അക്യുമുലേറ്റർ വെച്ചിട്ട് പ്ലസ് ചെയ്യാണ്. 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് റെഡ്യൂസ് ഫംഗ്ഷൻ വെച്ച് വേണമെങ്കിൽ പ്ലസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? ഈക്വൽ ടു 20 നിൽക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അതായത് ഈ ടാസ്കിനെ 4 സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 ഒരു അറയിൽ ഇതിന്റെ റിസൾട്ട് ഒക്കെ സേവ് ചെയ്യാണ്. ആൻഡ് ഇത് കൂടി പ്ലസ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം തന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. കോൺസ്റ്റ് വർക്ക് റിസൾട്ട് അല്ലെങ്കിൽ വർക്ക് അറേ ടു ഒരു എം ടി അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ലൈക്ക് ഒരു ഫോർ ലൂപ്പ് ഇടാം. അതായത് ആ ത്രെഡ് കൗണ്ടിനനുസരിച്ച് ഫോർ ലൂപ്പ് ഇടുവാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ പുഷ് ചെയ്യുവാണ് നമ്മൾ. ഓക്കെ, പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനെല്ലാം പ്രോമിസ് ചെയ്യാൻ പോകണം. അതായത് ഇത് തീരുമ്പോൾ എല്ലാം കൂടി പ്രോമിസ് ഓൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഇതൊക്കെ ഇതിന്റെ വർക്കിംഗ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ, ഈ ഫോർ ലൂപ്പിലത്തെ ഓരോത്തിന്റെയും വർക്കിംഗ് തീർന്നു കഴിഞ്ഞാല് മാത്രമാണ് ഇതിന്റെ റിസൾട്ടിലോട്ട് ഡാറ്റ കയറും. അതായത് ഇതിന്റെ വർക്കിംഗ് ഈ ഒരു ഫോർ ലൂപ്പിൽ 1, 2, 3, 4 അതായത് 4 ഈ വർക്ക് ത്രെഡിന്റെയും അതായത് ക്രിയേറ്റ് വർക്ക് എന്ന് പറഞ്ഞ പ്രോമിസിന്റെയും വർക്കിംഗ് എപ്പോഴാണോ റിസോൾവ് ആവുന്നത് അപ്പൊ മാത്രമായിരിക്കും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഡാറ്റ കയറത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു അവൈറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അവൈറ്റ് കൊടുക്കണ്ട, ജസ്റ്റ് ഇത് കോൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്യുന്നുള്ളൂ. ആൻഡ് നമുക്ക് ഇതിനൊക്കെ ഇനി ഒരു അറയിലേക്ക് ഇങ്ങനെ വെക്കുവാണ്. ഓക്കെ, ജസ്റ്റ് എടുത്ത് വെക്കുവാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇത്രയാണ് ചെയ്യാനുള്ളത്. ആൻഡ് നമുക്ക് നോക്കാം. ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇപ്പൊ കയറിയിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു റിസൾട്ടിന് നമുക്ക് ഇനി എല്ലാം കൂടി പ്ലസ് ചെയ്യണം. അതായത് വർക്ക് ത്രെഡ്സ് ഡോട്ട് ഫോർ ഈച്ച് ടെർമിനേറ്റിലെ വർക്ക് ത്രെഡ് ഡോട്ട് അറേ നമുക്ക് ഒരു ഫോർ ലൂപ്പ് ഇട്ടാൽ മതി. അതായത് റിസൾട്ടിലായിരിക്കും ഇത് ഉണ്ടാവുക. റിസൾട്ട് ഡോട്ട് റെഡ്യൂസ്. നമുക്ക് ആ റിസൾട്ട് ഞാൻ പ്രിന്റ് ചെയ്ത് കാട്ടിത്തരാം. എന്താണ് റിസൾട്ട് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. കൺസോൾ റിസൾട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ 5, 5, 5 വെച്ചാണോ നമുക്ക് ഈ അറേ കിട്ടുന്നത് നമുക്ക് നോക്കാം. റീസ്റ്റാർട്ട് ചെയ്ത സെർവർ അതിന് റിക്വസ്റ്റ് ഇടുവാണ്. ആൻഡ് ആഫ്റ്റർ 7 സെക്കൻഡ്സ് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഇതൊരു അറേ ആയിട്ടാണ്, ഞാൻ പറഞ്ഞ മാതിരി അറേ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 5, 5, 5. ആൻഡ് ഇത് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് പ്ലസ് ചെയ്യിപ്പിച്ചാൽ മതി. പ്ലസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെഡ്യൂസ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റിസൾട്ട് ഡോട്ട് റെഡ്യൂസ്. അതിൻ്റെ കൂടെ ലെറ്റ് കൗണ്ട് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈ ഒരു ഇതില് കൗണ്ട് പാസ് ചെയ്യാം. നമുക്ക് നോക്കാം. 7 സെക്കൻഡ് ആണ് എടുത്തത്. നമുക്ക് നോക്കാം എത്ര സെക്കൻഡ് എടുക്കുന്നു. ഓക്കെ, 8 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇവിടെ എന്താ പറയാ, നമുക്ക് ഈ സെർവറും ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യണുണ്ടോ. സെർവർ റീസ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് നോക്കാം. ആൻഡ് വിത്തിൻ 7 സെക്കൻഡ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. അതാണ് വർക്ക് ത്രെഡ്സിന്റെ മെയിൻ യൂസ് കേസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഡോക്യുമെന്റേഷനിലെല്ലാം പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഇത്ര വലിയ ഡോക്യുമെന്റേഷൻ ആണ്, ഇത്ര വലിയൊരു സംഭവമാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അതിന്റെ മനസ്സിലാവണ എന്റെ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കും.
സോ ഇത് അത്യാവശ്യം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് തന്നെ പഠിക്കണം. എന്നാലും ഞാൻ എന്റെ മാക്സിമം പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ്. ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ ത്രെഡഡ് ആണ്. നമുക്കിത് മൾട്ടി ത്രെഡ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ത്രെഡ്സ് യൂസ് ചെയ്യുന്നത്. വർക്ക് ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കോറും നമുക്ക് ഒരുമിച്ച് യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളൊരു ടാസ്കിനെ സ്പ്ലിറ്റ് ചെയ്ത് 4 ആ കോറിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് അവസാനം നമ്മൾ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോറൊക്കെ ഒരുമിച്ച് യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ.